സാർ, എന്താണ് ഷുഗർ? ഈ ഷുഗർ ഒരു മാറാ രോഗമാണോ? ഷുഗർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ അത് ഡയബറ്റിക് അല്ലെങ്കിൽ മലയാളത്തിൽ പ്രമേഹം, ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ അതെന്താ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് പാരമ്പര്യ രോഗമാണെങ്കിലല്ലേ മാറില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് പാരമ്പര്യ രോഗമല്ല. കാരണം ഈ കൊറോണ വാക്സിനേഷന് ശേഷം 60% ആൾക്കാർ എക്സ്ട്രാ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ടുണ്ട്, പ്രമേഹ രോഗി. അപ്പോൾ അവർ പാരമ്പര്യത്തിന് കണക്കിൽ വരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പാരമ്പര്യമല്ല, ജീവിതശൈലി രോഗമാണ്. അതായത് നിങ്ങളുടെ പേരൻസ് അനുവർത്തിച്ചുകൊണ്ട് വന്ന ഒരു ജീവിതശൈലി, അവർക്കെന്തെങ്കിലും അതുകൊണ്ട് രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതേ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ആ രോഗം വരും. അത്രയേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ ഈ പ്രമേഹം എന്ന രോഗം മാറുമോ, അതോ അത് നിയന്ത്രിച്ച് നിർത്താൻ മാത്രമേ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതാണ് എല്ലാവരും ചോദിക്കേണ്ടതും അറിയേണ്ടതും. പ്രമേഹം എന്നുള്ള രോഗം നിയന്ത്രിച്ച് നിർത്താനാണെങ്കിൽ അതിന് പല വഴികളുമുണ്ട്. പക്ഷെ അങ്ങനെ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം 27 രോഗം ആ ശരീരത്തിൽ വന്ന് കയറും. നിയന്ത്രിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പനിയോ നെഞ്ചുവേദനയോ അങ്ങനെയുള്ള തലവേദനയ്ക്കൊക്കെ ചികിത്സിച്ചപ്പോൾ ആ ചികിത്സ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ആ മരുന്ന് കഴിച്ചു, സുഖപ്പെട്ടു, നിങ്ങൾ ഓക്കെ ആയിപ്പോയില്ലേ. പിന്നെ ഈ ഡയബറ്റിക് വരുന്നത്, പ്രമേഹം വരുന്നത് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഏത് ശാസ്ത്രത്തിൽ കൂടെ വിശദീകരിച്ച് കഴിഞ്ഞാലും സത്യം ഒന്നേ ഉള്ളൂ, അത് നിങ്ങളുടെ പാൻക്രിയാസിൻ്റെ ഇൻസുലിൻ ഉൽപ്പാദന ശേഷി നഷ്ടപ്പെട്ടതാണ്. നിങ്ങൾ ആ ഇൻസുലിൻ പുറത്തു നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നു. അത് നിങ്ങളുടെ രോഗത്തെ കൺട്രോൾ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഉൽപ്പാദിപ്പിക്കേണ്ടത് നിങ്ങളുടെ അവയവം തന്നെയാണ്, അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. അത് ഏത് കാരണത്തിൽ നിന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം അതെല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നറിയാം. അതുകൊണ്ട് എന്താ നമുക്ക് ചെയ്യേണ്ടത്? നിങ്ങളുടെ പാൻക്രിയാസിനെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ രോഗം മാറ്റി കൊടുക്കുക. ഞങ്ങൾ ചെയ്യുന്നത്, ജോ ആൻഡ് ജോ ഹെർബൽസ് ചെയ്യുന്നത്, ഞങ്ങൾ ഒരു എക്സ്ട്രാ ഒരു ഇൻസുലിൻ്റെ കമ്പനി അല്ല ഞങ്ങളുടേത്. ഞങ്ങൾ നിങ്ങളുടെ പാൻക്രിയാസിൻ്റെ സെല്ലുകൾ നശിച്ചു പോയത് രണ്ടാമത് വരാതിരിക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് ആ സെല്ലുകളെ ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് തരികയാണ്. അതുണ്ടാകാനുള്ള വഴിയാണ് ഞങ്ങൾ തരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ട് അവരുടെ ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതും അതുകൊണ്ട് മറ്റു മരുന്ന് നിർത്തി ഡീസൻ്റായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുമുണ്ട്. ഈ മരുന്ന് എത്ര കാലം ഉപയോഗിക്കേണ്ടി വരും? അത് ഒരു 3 മാസം കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. ചിലപ്പോൾ 8 മാസം വരെ ഞങ്ങളുടെ മരുന്ന് ഉപയോഗിച്ചിട്ട് രക്ഷപ്പെട്ടവരുമുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് ഞാൻ പറയുന്നത് 3 മാസം തൊട്ട് 8 മാസം വരെ നിങ്ങൾ മരുന്ന് കഴിച്ച് വെയിറ്റ് ചെയ്യണം. പിന്നെ 3 മാസമല്ല, നിങ്ങൾ 16 മാസം കഴിച്ചാലും നിങ്ങൾക്ക് ഭേദമാകണമെങ്കിൽ ഞങ്ങൾ ചില പഥ്യങ്ങൾ പറയും, ചില ഭക്ഷണ രീതികൾ പറയും. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും മാത്രമേ പറയത്തുള്ളൂ. അത് നിങ്ങൾ പാലിക്കണം. അതായത് പഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് രണ്ടാമത് ഞാൻ പറഞ്ഞുതരാം. കുറേ പഥ്യങ്ങളുണ്ട്. അതായത് മെയിനായിട്ടുള്ളത് ബീർ കഴിക്കാൻ പാടില്ല. അതുപോലെ വൈറ്റ് ഷുഗർ, മധുരത്തിന് ഞാൻ പറഞ്ഞിട്ടില്ല. മധുരം നിങ്ങൾ കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലിമിറ്റിൽ മധുരമൊക്കെ കഴിക്കാം. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മെയിൻ പഥ്യം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, അതിനോടൊപ്പം നിങ്ങളുടെ വൈറ്റ് ഷുഗർ കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ് എന്താണ്? നിങ്ങളുടെ അരി ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഗോതമ്പ്, ചപ്പാത്തി, അത് 86 ഉണ്ട് അരിക്ക്, 83 ഉണ്ട് ഗോതമ്പിൽ. അപ്പം ഞങ്ങൾ ആ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണ രീതി പറഞ്ഞു തരും. അത് നിങ്ങൾ ഇതിനകത്ത് ചെയ്യണം. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് വൈദ്യന്മാരുണ്ട്. നിങ്ങൾ അവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തനാണ്? നിങ്ങൾക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും സാധുത ഉണ്ടോ? ഇത് നിയമപരമായിട്ട് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യ മഹാരാജ്യത്തിൽ നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു ആയുഷ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. വർഷങ്ങളോളം എൻ്റെ മരുന്ന് അവരുടെ ലാബിൽ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുണ്ട്, അവരുടെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുമുണ്ട്. അവർ തന്ന ലൈസൻസാണ് എൻ്റെ മരുന്നിൻ്റെത്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് വൈദ്യന്മാരുടെ കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിലും ഞാൻ ആ പാരമ്പര്യത്തിലുള്ള മരുന്നല്ലല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മരുന്നുകൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത് അത് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ എല്ലാ ലാബിലും വെച്ച് ടെസ്റ്റ് ചെയ്ത് 100% ഓക്കെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ലൈസൻസ് തന്നിട്ടുള്ളത്. ഡോക്ടറെ, മറ്റൊരു സംശയം എനിക്കുള്ളത്, ഈ പ്രമേഹ രോഗം കൊണ്ട് മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? ദോഷഫലങ്ങൾ, പ്രമേഹം പിടിപെട്ട ഒരാൾക്ക്
അവരുടെ ഏറ്റവും അവർക്ക് ഏതൊരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവരുടെ ലൈംഗിക ശക്തി നഷ്ടപ്പെടും. ഉറപ്പായിട്ടും നഷ്ടപ്പെട്ടിരിക്കും. 3.5 തൊട്ട് 7 വർഷം കൊണ്ട് കംപ്ലീറ്റ് ശക്തി നഷ്ടപ്പെടും. ഒന്ന്. രണ്ടാമത് അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. രണ്ടാമത് അവരുടെ ദഹനശക്തി നഷ്ടപ്പെടും. മൂന്നാമത് അവർ വാതരോഗിയായിരിക്കും. ഞങ്ങൾ ആയുർവേദത്തിൻ്റെ ബേസ് ആയതുകൊണ്ട് വാതരോഗിയായിരിക്കും, അതേ പറയാൻ പറ്റുള്ളൂ. ആർത്തറ്റിസ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, ഞങ്ങളുടെ സ്റ്റൈലിൽ അത് വാതരോഗമാണ്. അപ്പോൾ വാതരോഗിയായി കഴിയുമ്പോൾ എന്താവും? അവരുടെ കാലിന് മരവിപ്പ് കയറും, പുകച്ചിൽ കയറും, ജോയിൻ്റ് പെയിൻ ഉണ്ടാവും. പിന്നെ ഏറ്റവും ഇതിനേക്കാളൊക്കെ പോട്ടെ, നമ്മുടെ ലൈംഗിക ശക്തിയൊക്കെ നഷ്ടപ്പെട്ട് അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാം. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ ഡയബറ്റിക് കൂടിയ ഒരാൾക്ക് കാലിൽ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ, മരവിപ്പ് പിടിച്ച കാലിൽ മുറിവ് പറ്റിയാൽ അറിയില്ലത്. അപ്പോൾ അവിടെ ഇരുന്ന് പഴുത്ത് ബാക്ടീരിയ സ്പ്രെഡായി ആ കാലാണ് മുറിച്ച് മാറ്റേണ്ടി വരുന്ന സാഹചര്യം വരുന്നത്. അപ്പം ഞങ്ങൾ അതിനെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഈ ആഴ്ചയിൽ ആ കാലും മുറിക്കാൻ തീരുമാനിച്ചതാണെങ്കിൽ ഒരു പൈസയും തരാതെ തന്നെ ഞാൻ അത് രക്ഷപ്പെടുത്താമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ അടുത്തേക്ക് വരിക എന്നേ ഞാൻ പറയാറുള്ളൂ. ഈ പ്രമേഹ രോഗം പൂർണ്ണമായും സുഖപ്പെടുമോ അതോ ഇത് മാറാ രോഗമാണോ? ഒരിക്കലും മാറാ രോഗമല്ല, ഇത് പൂർണ്ണമായിട്ട് സുഖപ്പെടും. ഈ സുഖപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഇത് ആയുർവേദം മെഡിസിൻ ആയതുകൊണ്ട് അതിന് നല്ല പഥ്യമുണ്ട്. നിങ്ങൾ പഥ്യം തെറ്റിച്ച് കഴിഞ്ഞാൽ ഈ മരുന്നൊക്കെ നിങ്ങൾക്ക് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, ആക്ഷനും ഉണ്ടാവില്ല. അപ്പം നമ്മൾ പൈസ മുടക്കണം, നമ്മുടെ രോഗം മാറണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ചില പഥ്യങ്ങൾ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, 101% ഈ രോഗം മാറിയിരിക്കും. അത് ഡയബറ്റിക്കിൻ്റെ പ്രമേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രമേഹത്തിനോടനുബന്ധിച്ച് നിങ്ങളുടെ സെക്ഷൽ പവർ പോയി, നിങ്ങൾക്ക് വാതരോഗം വന്നു, അതിനൊക്കെ വേറെ വേറെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ തന്നെ കൊടുക്കും. പക്ഷേ ഈ ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളുടെ ഡയബറ്റിക്കിനെ തീർത്ത് നേരെയാക്കി തരിക. നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നൊരു തുടങ്ങിയൊരു അവസ്ഥയുണ്ടല്ലോ, അതിന് മുമ്പുണ്ടായിരുന്ന സന്തോഷകരമായ ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള രോഗത്തിന്, ഇതുമൂലം വന്ന രോഗത്തിന് ഞങ്ങൾ ട്രീറ്റ് ചെയ്യും. അതല്ല നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോയി ട്രീറ്റ് ചെയ്യാം, രക്ഷപ്പെടും. അല്ലാണ്ട് ഞങ്ങളുടെ മരുന്ന് കൊണ്ട് മാത്രമൊന്നല്ല പറയുന്നത്. ആദ്യം പക്ഷെ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം നിങ്ങളുടെ പ്രമേഹ രോഗം മുഴുവൻ നിർത്തണം, എല്ലാ മരുന്നും നിർത്തണം. എന്നിട്ട് എല്ലാ ഭക്ഷണവും നിങ്ങൾ കഴിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കണം. ആ അവസ്ഥ ഞാൻ ഉണ്ടാക്കിത്തരാം. അല്ല, ഞങ്ങളുടെ കമ്പനി ഉണ്ട് അതിന് പുറകിൽ. ഡോക്ടർ, നിങ്ങൾ ഈ നിങ്ങളുടെ ലൈസൻസ് ഉണ്ട് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ഈ സ്ഥാപനം എവിടെയാണ്? ഇത് സ്ഥാപനമായിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് തരുമോ? അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇടപെട്ടുകൊണ്ട് പറയട്ടെ. നിങ്ങൾ കുറേ പ്രാവശ്യം എന്നെ ഡോക്ടറെ എന്ന് വിളിച്ചു. ഒരിക്കലും ഞാനൊരു ഡോക്ടറല്ല, പാവപ്പെട്ട ഒരു വൈദ്യനാണ്. ഇനി അങ്ങനെ വിളിക്കാവുള്ളൂ. പിന്നെ ഞങ്ങളുടെ കമ്പനി, ഞങ്ങളുടെ സ്ഥാപനം ജോ ആൻഡ് ജോ ഹെർബൽസ് എന്ന് പറയുന്ന കമ്പനി ഉള്ളത് മൈസൂർ 12 കിലോമീറ്റർ മൈസൂർ ടൗണിൽ നിന്ന് പുറകിൽ നഞ്ചൻകോട് താലൂക്കിൽ കടക്കോള ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഞങ്ങളുടെ കമ്പനി ഉള്ളത്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് joandjoherbals.com അടിച്ചു കഴിഞ്ഞാലും കിട്ടും, ഡീറ്റെയിൽസ് കിട്ടും. ഞങ്ങളുടെ കമ്പനി അവിടെയാണുള്ളത്. വൈദ്യരെ, നിങ്ങളുടെ മരുന്ന് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾ ചില ആളുകൾ വിദേശത്തുള്ളവരുണ്ടാവും, പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും, കേരളത്തിലുള്ള ആൾക്കാരുണ്ട്, പല ജില്ലകളിലുള്ള ആൾക്കാരുണ്ട്. ഈ നിങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ മരുന്ന് എത്തിക്കുക, ആ സംവിധാനം എന്താണെന്ന് പറഞ്ഞാൽ നന്നാവുമായിരുന്നു. അത് ഞങ്ങൾക്ക് ലോകത്തിലെവിടെയും, അതായത് കൊറിയർ സർവീസ്, ഫ്ലൈറ്റ്, ഇതൊക്കെ സർവീസ് ഉള്ള രാജ്യം എവിടെയാണോ അവിടെ ഈ മരുന്ന് അയക്കാനുള്ള ലൈസൻസ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോട് ആദ്യം നിങ്ങളുടെ രോഗവിവരം പറയും. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ രോഗിയുടെ ചില ടെസ്റ്റിൻ്റെ കാര്യം പറയും. ആ ടെസ്റ്റ് റിപ്പോർട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. അല്ലാതെ ഇപ്പോൾ അമേരിക്കയിൽ ഞങ്ങൾ മരുന്ന് അയക്കുന്നുണ്ട്, അമേരിക്കയിലുള്ള ആൾക്ക് ഇവിടെ വരാൻ പറ്റില്ലല്ലോ, അത് പറ്റില്ല. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് ചില ടെസ്റ്റ് പറയും, വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് പറയും. അത് ടെസ്റ്റ് റിപ്പോർട്ട് ഞങ്ങൾക്ക് അയച്ചു തരും. പിന്നീട് ഞങ്ങൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, മരുന്ന് അയച്ചു കൊടുക്കും. അത് ഇന്ത്യയിൽ എവിടെയായാലും ലോകത്തിലെവിടെയായാലും.